ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഓവനൊന്നും ഉപയോഗിക്കാതെ, അതുപോലെ മുട്ട ചേർക്കാതെ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പി നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സെയിം അളവിൽ ഗോതമ്പ് പൊടി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുക നമ്മൾ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ബേക്കിംഗ് സോഡയും ഉപ്പും മൈദയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം. ആ രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ 1/2 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ ബിസ്ക്കറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ആ കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഈ ഏലക്കായ്ക്ക് പകരം നമുക്കിനി വേറെ ഏതെങ്കിലും എസൻസ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പിന് ഓയിലും ചേർക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും നെയ്യിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ നെയ്യിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ബിസ്ക്കറ്റിന് ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കുന്നു മാത്രം. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ നെയ്യും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് അത് നല്ലൊരു ക്രീം പരുവത്തിലായി വരണം. നല്ല ഫ്ലഫി ആയിട്ട് നല്ലൊരു വൈറ്റ് കളറായി വരണം. അതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്യാൻ നമ്മൾ വിസ്കൻ എടുക്കണമെന്നില്ല, ബീറ്റർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളിതൊരു 5 മിനിറ്റൊക്കെ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. പക്ഷേ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നെയ്യും ബട്ടറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓയിൽ മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാം. 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നെയ്യോ ബട്ടറൊക്കെ ചേർക്കുമ്പോൾ ബിസ്ക്കറ്റിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ പഞ്ചസാരയും ആ ഓയിലും നെയ്യൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മൈദ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടുള്ള രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റായി പോകാൻ പാടില്ല. അതുപോലെ തന്നെ കുഴച്ചെടുക്കുമ്പോഴും ഒരുപാട് സമയം നമ്മളത് കുഴച്ചെടുക്കരുത്. ഇനിയിപ്പോൾ അത് കുഴയ്ക്കുന്ന സമയത്ത് മാവിന് കട്ടി കൂടുതലായി പോവുക, അല്ലെങ്കിൽ മാവ് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി മൈദയോ അല്ലെങ്കിൽ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഈ ഒരു കപ്പ് മൈദയ്ക്ക് ആ പഞ്ചസാരയുടെയും അതുപോലെ ഓയിലിൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. മാവിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം. ഇതുപോലെ കുറച്ചൊന്ന് അങ്ങനെ പൊടി പൊടിയായിട്ടുള്ള രീതിയിലാണ് വേണ്ടത്. നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ എല്ലാം കൂടിയിട്ടൊന്ന് യോജിച്ച് കിട്ടണം, അത്രയും മതി. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് സമയം ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. പ്ലേറ്റോ അല്ലെങ്കിൽ കേക്ക് ടിന്നോ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ പ്ലേറ്റിൽ ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ബിസ്ക്കറ്റ് ബേക്കായി കഴിഞ്ഞാൽ എളുപ്പത്തിൽ എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ആദ്യം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം പതുക്കെ അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യണത്. റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഓരോന്നും വെക്കാൻ. ഇത് ബേക്കായി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതായി വരും. അപ്പോൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ പ്ലെയിനായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ഈ പ്ലേറ്റ് നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് 20 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ മേലെയൊക്കെ ഇതുപോലെ ഇങ്ങനെ ക്രാക്സ് പോലെ വന്നിട്ടുണ്ടാവും.
അതായത് ചെറുതായിട്ട് ഇങ്ങനെ വിള്ളൽ പോലെ വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബിസ്ക്കറ്റ് നന്നായിട്ട് ബേക്കായി എന്നർത്ഥം. ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ചിലപ്പോൾ നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. ഈ സമയത്ത് നമ്മളത് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ആ സോഫ്റ്റ്നെസ്സൊക്കെ മാറിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും. അതിന് ശേഷം അത് പുറത്തെടുത്ത് വെച്ചിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആ മാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അത് നമ്മൾ ആദ്യത്തെ ബാച്ച് ബേക്കായി കഴിയുന്ന വരെ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ബേക്കായി വരും. അപ്പോൾ ബിസ്ക്കറ്റ് മുഴുവനും നമ്മൾ ഇതുപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കത് ഓരോന്നായിട്ട് എടുക്കാം. ചൂട് നല്ലോണം ആറിക്കഴിയുമ്പോഴാണ് ബിസ്ക്കറ്റിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും കിട്ടുക. ചൂടോട് കൂടിയിട്ടിരിക്കുമ്പോൾ അത് കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. നന്നായിട്ട് ചൂടാറണം. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്തോണ്ട് മേൽഭാഗം അങ്ങനെ ഒരുപാട് കളറൊന്നും മാറില്ല. ഈ ഒരു കളറിൽ തന്നെയാണ് കിട്ടുക. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ബിസ്ക്കറ്റാണെന്നൊന്നും പറയില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റ് കണ്ടിട്ടില്ലേ, അതങ്ങനെ അതുപോലെ പൊടിഞ്ഞ രീതിയിലാണ് ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചർ. അതുപോലെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്